1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് സ്വർണം വാങ്ങരുത്, കുറയ്ക്കണം എന്നും യുദ്ധച്ചെലവിനായി സ്ത്രീകളോട് സ്വർണ്ണാഭരണങ്ങൾ രാജ്യത്തിന് സംഭാവന ചെയ്യാനും അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി. മൊറാർജി ദേശായി 1960-കളിൽ സ്വർണ്ണ ഇറക്കുമതി നിയന്ത്രിക്കാൻ ഗോൾഡ് കൺട്രോൾ ആക്ട് 1968 കൊണ്ടുവന്നു. സ്വർണം ഉൽപാദനക്ഷമമല്ലാത്ത നിക്ഷേപമാണ്, കുറയ്ക്കൂ എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു അദ്ദേഹം. 1973 എണ്ണ പ്രതിസന്ധി സമയത്ത് ഒപെക് രാജ്യങ്ങൾ എണ്ണവില കൂട്ടിയപ്പോൾ പെട്രോൾ ലാഭിക്കൂ, അനാവശ്യ യാത്രകൾ ഒഴിവാക്കൂ എന്ന് റേഡിയോ പ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നു. കൂടാതെ ഞായറാഴ്ചകളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ പോലും നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി എന്നാണ് പേര്. മൻമോഹൻ സിംഗ് 2008-2012 ക്രൂഡ് ഓയിൽ വില കൂടിയപ്പോൾ ഇന്ധനം ലാഭിക്കൽ ദേശസ്നേഹമാണ് എന്നും ഓഫീസിൽ AC ഉപയോഗം കുറയ്ക്കാനും കാർ പൂളിംഗ് ചെയ്യാനും ആഹ്വാനം ചെയ്തിരുന്നു. കൂടാതെ ലാൽ ബഹദൂർ ശാസ്ത്രി 1965 ഭക്ഷ്യധാന്യക്ഷാമം രൂക്ഷമായപ്പോൾ ആഴ്ചയിൽ ഒരു നേരത്തെ ഭക്ഷണം സ്വമേധയാ ഉപേക്ഷിക്കൂ എന്ന് രാജ്യത്തോട് അഭ്യർത്ഥിച്ച സമയവും ഉണ്ടായിരുന്നു. സ്വയം തിങ്കളാഴ്ച രാത്രി ഭക്ഷണം ഒഴിവാക്കി മാതൃക കാണിച്ചു അദ്ദേഹം. അതിൽ നിന്നാണ് ശാസ്ത്രി വ്രതം എന്ന പ്രയോഗം പോലും വന്നത്. ഇന്ദിരാഗാന്ധി 1970-കളിൽ ക്ഷാമകാലത്ത് കല്യാണങ്ങൾക്കും പൊതുചടങ്ങുകൾക്കും അതിഥികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഗസ്റ്റ് കൺട്രോൾ ഓർഡർ കൊണ്ടുവന്നു. ഭക്ഷണം പാഴാക്കരുത് എന്നും ക്യാമ്പയിൻ നടത്തി. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാർത്തയ്ക്ക് താഴെ വന്ന് പിതൃബാഹല്യമുള്ള ചില മലയാളികളാണ് ഇതൊക്കെ പറഞ്ഞത്. നിനക്കൊന്നും അറിവില്ലെങ്കിൽ ഒന്നുകിൽ മിണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കൂടുതൽ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ തന്നെ ചോദിച്ച് നന്നായിട്ട് അവരോട് പഠിച്ചിട്ട് വന്ന് പറയാൻ പറ. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാവിയെ കരുതി ഇത്തരം നിയന്ത്രണങ്ങൾ ഭരണാധികാരികൾ നിർദ്ദേശിക്കാറുണ്ട്. നിനക്കൊക്കെ സൗകര്യമുണ്ടെങ്കിൽ പാലിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും ഇവിടെ ജനിച്ച് വളർന്നവരെ പോലെ അല്ലല്ലോ, കുറേ കാലമായിട്ട് ഇവിടെ ജീവിക്കുന്ന കുറേ ശവങ്ങൾ, അത്ര കരുതിയിട്ട് കാര്യമുള്ളൂ.